നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഗില്ലൻ ബാരി സിൻഡ്രോം വ്യാപിക്കുകയാണ്. ഏറ്റവും അപകടകാരിയായി ലോകാരോഗ്യ സംഘടന പോലും കണക്കാക്കുന്ന രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന ഈ രോഗം പൂനെയിൽ കൂടുതൽ ആളുകളിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. 100-ലധികം ആളുകൾക്ക് നിലവിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കൂടാതെ ഒരു മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലരും ഈ രോഗത്തിന്റെ അപകട സാധ്യത തിരിച്ചറിയാത്തതും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാത്തതും രോഗവ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. പൂനെയിലെ സിംഗഡ് റോഡിലെ നന്ദേഡ് ഗ്രാമത്തിലെ ഒരു കിണറ്റിലെ ജലം ഉപയോഗിച്ചതാണോ രോഗത്തിന് പിന്നിലെ കാരണമെന്നും സർക്കാർ സംശയിക്കുന്നുണ്ട്. പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സാണ് ഈ കിണർ. കിണറ്റിലെ ജലം മലിനമാണോ എന്ന സംശയവും ആരോഗ്യവൃത്തങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത്രയധികം ഭീതി പടർത്തി ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന ഈ രോഗം എന്താണെന്ന് നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ പ്രക്രിയയെയും തലച്ചോറിനെയും ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബന്ധിച്ചിരിക്കുന്ന പെരിഫറൽ ഞരമ്പുകളെയും ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. ഏത് പ്രായക്കാരെയും ഈ രോഗം ബാധിക്കാം. എന്നാൽ കൂടുതലും പ്രായമേറിയവരിലും പുരുഷന്മാരിലുമാണ് രോഗം അമിതമായി കണ്ടുവരുന്നത്. കൃത്യമായ രീതിയിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, പക്ഷാഘാതം എന്നീ അവസ്ഥകളിലേക്ക് രോഗം നയിക്കാം. ഇത്തരത്തിൽ ശരീരത്തിലെത്തിയ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയകൾ രോഗപ്രതിരോധ സംവിധാനത്തെ തകിടം മറിക്കുന്നു. കൂടാതെ ഗ്യാസ്ട്രോ എൻഡൈറ്റിസ്, ഓക്കാനം, ഛർദി, വയറിളക്കം എന്നീ ലക്ഷണങ്ങളും ശരീരത്തിൽ പ്രകടമാകുന്നു. കൂടാതെ പനി, സൈറ്റോമെഗലോ വൈറസ്, എപ്സ്റ്റീൻ ബാർ വൈറസ്, സിക്ക വൈറസ് എന്നിവ ബാധിച്ചവരിൽ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായും പറയുന്നുണ്ട്. ഡീപ് ഡെൻഡോൺ റിഫ്ലക്ടറുകളുടെ കുറവ്, അതുപോലെ ന്യൂട്രോളജിക്കൽ പരിശോധനകൾ എന്നിവയിലൂടെയാണ് ഈ രോഗം കണ്ടെത്താൻ സാധിക്കുക. രോഗം കണ്ടെത്തിയാൽ ഉടനെ ചികിത്സ ആരംഭിക്കേണ്ടതാണ്. വൈകിപ്പിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കാനും പക്ഷാഘാതം പോലെയുള്ള രോഗങ്ങൾ വരാനും കാരണമായേക്കാം. ഗില്ലൻ ബാരി സിൻഡ്രോം വന്നാൽ രോഗിയെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അനിവാര്യമാണ്. രോഗിയിൽ ശ്വസനം, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം എന്നിവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, അസാധാരണമായ ഹൃദയമിടിപ്പ്, അണുബാധകൾ എന്നിവ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിക്കേണ്ടത് അനിവാര്യമാണ്. നിലവിൽ ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയില്ലെങ്കിലും രോഗത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ ശരിയായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും സാധിക്കുന്നതാണ്.